ഷസാം ബ്രോ ഇപ്പൊ ടെക് റിവ്യൂസിന് പകരം കുക്കിംഗ് ആണ് ചെയ്തിരുന്നെങ്കിലോ? ഓൾസോ സായ് പോപ്പി ഗെയിമിങ്ങിന് പകരം സ്റ്റോറി ടെല്ലിംഗ് ആണ് ചെയ്തിരുന്നെങ്കിലോ? ആൻഡ് തൊപ്പി ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ആണ് ഇട്ടിരുന്നെങ്കിലോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന്? ബട്ട് ഇവരൊക്കെ ഇപ്പൊ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് യൂട്യൂബേഴ്സിന്റെ ലിസ്റ്റിലുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ ആണ് അവർ ചൂസ് ചെയ്ത ഒരു റൈറ്റ് അപ്രോച്ചും ആൻഡ് ഓൾസോ അവർ സെലക്ട് ചെയ്ത അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നീഷും മാത്രമാണ്. Hey guys, I'm finally back. ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് 1.5 months ആയി. And yeah, there is two reasons behind this. And ഇതിലെ ഫസ്റ്റ് റീസൺ ആസ് എ ക്രിയേറ്റർ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. So the first reason is കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ CapCut മൊബൈലിലും ആൻഡ് ഓൾസോ ലാപ്ടോപ്പിലും എങ്ങനെ പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോക്ക് കുറച്ച് ദിവസത്തിൽ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് കുറെ പേർക്ക് അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് യൂട്യൂബ് എന്റെ ആ വീഡിയോ റിമൂവ് ചെയ്തു. ബട്ട് കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ AI യൂസ് ചെയ്ത് വീഡിയോ ചെയ്തതുകൊണ്ടായിരിക്കുമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എന്റെ ഒരു വീഡിയോയിലും AI യൂസ് ചെയ്തിട്ടില്ല. അതിപ്പോ വോയിസ് ആയാലും വീഡിയോ ക്ലിപ്സ് ആയാലും ഫുള്ളി ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ്. സോ എങ്ങനെയാണ് യൂട്യൂബ് എന്റെ വീഡിയോ റിമൂവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ അതിലൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് പ്രോ എഫക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. എനിക്ക് സ്ട്രൈക്കും കിട്ടി. ബട്ട് ഡോണ്ട് വറി ഗൈസ്, ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡെങ്കിലും ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ദ സെക്കൻഡ് റീസൺ ഈസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ യാ, ബട്ട് ഇപ്പൊ ഫുൾ ഓക്കെ ആണ്. സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ് നോക്ക്, ഇത് നമ്മുടെ യൂട്യൂബ് ജേണിയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണും. ആൻഡ് അതിൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് ബേസിക് കാര്യങ്ങൾ ലൈക്ക് എന്താണ് യൂട്യൂബ്, എന്തിനാണ് യൂട്യൂബ് ആൻഡ് ഓൾസോ എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഒരു റൈറ്റ് അപ്രോച്ച് സെലക്ട് ചെയ്യാമെന്നും എന്താണ് നീഷ് എന്നും ഏത് നീഷ് സെലക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുക എന്നും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എന്താണ് വേണ്ടത്, പൈസയാണോ ഫെയിം ആണോ? ആൻഡ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഇതിലുള്ളത്. നോക്ക്, കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, നല്ല ഫെയിം ഉണ്ടാവും ആൻഡ് അവർ കഷ്ടിച്ച് മന്ത്ലി 15 ലക്ഷം വരെ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ഇങ്ങനെയും ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതായത് ഫേസ് പോലും കാണിക്കാതെ മാസം 50 ലക്ഷം വരെ ഏൺ ചെയ്യുന്നവര്. പക്ഷെ ഈ രണ്ടുപേരും അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. രണ്ടുപേരും അവർക്ക് വേണ്ടത് അച്ചീവ് ചെയ്തു. ഒരാൾ ഫെയിം വേണമെന്ന് ആഗ്രഹിച്ചു, ഫേമസ് ആയി. ആൻഡ് വേറൊരാൾ ഫേസ് കാണിക്കാതെ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു. ആൻഡ് ഞാനും ഈ സെയിം ഗ്രൂപ്പിലാണ്. എനിക്കും പണ്ട് ഫേസ് ഒന്നും കാണിക്കാണ്ട് തന്നെ വർക്ക് ചെയ്ത് പൈസ ഏൺ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ കുറച്ച് വർഷത്തിന് റിസർച്ചിങ് ആൻഡ് എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് മനസ്സിലായത് ഫേസ് കാണിക്കാതെ എനിക്ക് എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്തായാലും മുഖം കാണിക്കേണ്ടി വരും. ആൻഡ് നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് ആവുമ്പോൾ ഞാൻ അത് ചെയ്യും. ഇവിടെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ എന്റെ അപ്രോച്ച് തെറ്റായിരുന്നു. പക്ഷെ കുറച്ച് ടൈമിന് ശേഷം എനിക്ക് എന്റെ അപ്രോച്ച് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഓക്കെ, നൗ മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മണി ഓർ ഫെയിം ആണ്. ആൻഡ് അത് മാത്രമല്ല, ഇനിയും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ആണോ വേണ്ടത് ഓർ സ്റ്റഡി ഗ്രോത്ത് ആണോ എന്ന്. ഓക്കെ, യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഏത് സക്സസ്ഫുൾ ക്രിയേറ്ററിനെ നോക്കിയാലും അവരുടെ കയ്യിൽ ഒരു യുണീക്ക് വേ അല്ലെങ്കിൽ നോളജ് ഉണ്ടാവും. സോ അത് കാരണം ചില ക്രിയേറ്റേഴ്സ് ഒരു വർഷത്തിൽ തന്നെ 100K വരെ ക്രോസ് ചെയ്യാറുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റേഴ്സ് ഒരു വർഷം കഴിഞ്ഞാലും ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ചില ക്രിയേറ്റേഴ്സ് കുറച്ചു കാലം കൊണ്ട് അവർക്ക് വേണ്ട പൈസ ഏൺ ചെയ്ത ശേഷം പിന്നെ കാണില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ക്രിയേറ്റേഴ്സ് പതിയെ ഗ്രോ ചെയ്ത് 10 വർഷം വരെ ഏൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആക്റ്റീവ് ഇൻകം ആണോ പാസീവ് ഇൻകം ആണോ വേണ്ടതെന്ന്. മീൻസ് നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നോ അതോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ലൈക്ക് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് പൈസ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാ ഫാക്ടേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ നേരത്തെ ഇതൊക്കെ ചിന്തിച്ച് വേണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇതിന്റെ ഒക്കെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസും ആൻഡ് ഓൾസോ എന്ത് അപ്രോച്ചാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണിച്ചു തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നോക്ക്, നിങ്ങളുടെ ഗോൾ ജസ്റ്റ് പൈസ മാത്രമാണെങ്കിൽ ഒരു ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. ഇവിടെ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അത്ര വർക്കും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം പൈസ ഏൺ ചെയ്യാനും പറ്റും. ഇതിന്റെ ഒരു യൂസ് എന്തെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഫുൾ ജോലിയും ഓട്ടോമേറ്റഡ് ആക്കാം. മീൻസ് നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീമിനെ ഹയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക ആൻഡ് പൈസ ഏൺ ചെയ്യുക.
ഇവിടെ നിങ്ങൾക്ക് ഫേസ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുറെ അധികം ടൈം നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു ടൈം നിങ്ങൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാനൽസ് തുടങ്ങാനായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എത്ര ചാനൽ തുടങ്ങിയാലും സീനില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ടീമും ഉണ്ട്, പൈസയും ഉണ്ട്. ഫോറിൻ കൺട്രീസിലും ആൾക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് മന്ത്ലി $30 to $50K വരെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്റെ ചാനലും ഫേസ്ലെസ് ചാനൽ തന്നെയാണ്. ആൾക്കാർ എന്നെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഡിറ്റിംഗ് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും നിങ്ങൾ അത് അറിയാൻ പോണില്ല. ബട്ട് ഇവിടെയും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്നെ അറിയാത്ത അവസ്ഥ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനായിട്ട് കഴിയില്ല. നോക്ക്, ഫോർ എക്സാമ്പിൾ ഇമാൻ ഗാഡ്സി ഇന്നൊരു കോഴ്സ് ലോഞ്ച് ചെയ്താൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആദ്യമേ ലൈനിൽ വന്ന് നിൽക്കും. കാരണം അയാൾക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് ഓൾസോ അയാൾ സ്വന്തമായിട്ട് അയാളുടെ ഫേസ്, ലൈഫ് സ്റ്റൈൽ, ഈവൻ ഫുൾ സ്റ്റോറിയും അയാൾ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ അയാളെ വിശ്വസിക്കും. ഞാൻ ഈ സെയിം കാര്യം ചെയ്താല് ഒരു 100 ആൾക്കാരെങ്കിലും എന്റെ കോഴ്സ് വാങ്ങാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആൻഡ് ഓൾസോ ദേ ഡോണ്ട് ഈവൻ നോ ഹു ആം ഐ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഫേസ് കാണിക്കാത്തതുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ആൻഡ് ഓൾസോ ഈ ഒരു അപ്രോച്ച് കാരണം നിങ്ങൾക്ക് കൊലാബറേഷൻ ഓപ്പർച്യൂണിറ്റീസിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നോക്ക്, ഞാനിപ്പോ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 40K ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ആൻഡ് അതിലുള്ള 50+ ഫോളോവേഴ്സിന് ഞാൻ മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് 0 എന്ന് തുടങ്ങേണ്ടി വരും. കാരണം ഞാൻ ഇൻസ്റ്റയിൽ സ്വന്തം ഫേസ് കാണിച്ചിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്താലും ഒരു യൂസ് ഉണ്ടാവില്ല. ബട്ട് ഇതേ സമയം മിസ്റ്റർ ബീസ്റ്റ് വന്നിട്ട് ഞാൻ സ്നാപ്ചാറ്റിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മിസ്റ്റർ ബീസ്റ്റ് ഏതോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞെങ്കിലും സ്നാപ്ചാറ്റ് ഡൗൺലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഫെയിം ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ക്യാം വീഡിയോസ് ചെയ്യേണ്ടി വരും. ഐ മീൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കേണ്ടി വരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇൻകം ആക്റ്റീവ് ആയിരിക്കും. മീൻസ് നിങ്ങൾ എത്ര കാലം നിങ്ങളുടെ ഫേസ് കാണിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോ അത്ര നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജസിൽ തന്നെയാണ് നിങ്ങളുടെ ഡിസ്അഡ്വാൻറ്റേജസും ഉള്ളത്. ലൈക്ക് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ആൻഡ് നിങ്ങളുടെ ഓഡിയൻസിനോട് നല്ല കണക്ഷൻ ഉണ്ടാവും, ഈവൻ കൊലാബറേഷൻ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. ബട്ട് ഡിസ്അഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ചാൽ നോക്ക്, നിങ്ങളുടെ ഫേസ് നിങ്ങളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ എനർജിയും ഇതിൽ പോകും. ആൻഡ് നിങ്ങൾക്ക് ടൈമും ഉണ്ടാവില്ല. ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയാതാവും. ആൻഡ് ഓൾസോ ഡിഫറെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലും നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാരണം ബാക്കി ഫുൾ ടൈമും കണ്ടന്റ് ക്രിയേഷനിൽ പോകും. ബട്ട് സ്ക്രിപ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗിന് വേറെ ആരെങ്കിലും സെറ്റ് ആക്കിയാലും വോയിസ് ഓവർ ആൻഡ് റെക്കോർഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹാർഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റഡി ആൻഡ് സ്ലോ ആയിരിക്കും. ബട്ട് ഇനി ഒരു തേർഡ് അപ്രോച്ചും കൂടെ ഉണ്ട്, ഹൈബ്രിഡ് അപ്രോച്ച്. നോക്ക്, ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 അപ്രോച്ചും മിക്സഡ് ആയിട്ട് വരുന്ന പോലെ. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എന്റെ ചാനൽ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് നിങ്ങൾ എന്റെ വോയിസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എയ്ഡ്രോപ്പ് വൈറ്റി ആണ് സംസാരിക്കുന്നതെന്ന്. സോ ഞാൻ ഇവിടെ ഒരു പേഴ്സണൽ ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞാൻ എന്റെ ഫേസ് കാണിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും ബൈ ക്രിയേറ്റിംഗ് ഡിഫറെന്റ് ചാനൽസ്. ആൻഡ് ആ ചാനൽസിനൊക്കെ എനിക്ക് ഓട്ടോമേറ്റഡ് ആക്കാം. മീൻസ് ഒരു ടീമിനെ ഹയർ ചെയ്യാം. ആൻഡ് എനിക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഈ ചാനലിൽ ഫുള്ള് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ഓഡിയൻസിനോട് നല്ല കണക്ഷനും ഉണ്ടാവും. ആൻഡ് ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ ഫേസ് റിവീലും ചെയ്യും. ആൻഡ് അതിനുശേഷം സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യും. ആൻഡ് ഓൾസോ കൊലാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുമ്പോൾ വേറൊരു ചാനൽ തുടങ്ങി അതിൽ നിന്നും എനിക്ക് മണി ഏൺ ചെയ്യാം. എനിക്ക് പാസീവ് ഇൻകം ആൻഡ് ഫെയിം ആണ് വേണ്ടിയിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ അപ്രോച്ച് സെലക്ട് ചെയ്തത്. സോ ഇനി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീഷ് എന്താണെന്നാണ്. നോക്ക്, ജസ്റ്റ് വെറുതെ യൂട്യൂബിൽ തോന്നുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ വർഷങ്ങളായാലും നിങ്ങൾ യൂട്യൂബിൽ ഗ്രോ ചെയ്യില്ല. കാരണം അത് കാണുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല അവർ എന്തിനാണ് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. നോക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ പുറത്ത് മാർക്കറ്റിൽ പോവാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് സ്റ്റോറിൽ എന്തൊക്കെ കിട്ടുമെന്ന്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഫോൺ കേസ് ആണ് വേണ്ടതെങ്കിൽ ഞാനൊരു മൊബൈൽ ഷോപ്പിലായിരിക്കും പോവുക. ആൻഡ് ഇപ്പോൾ ഒരു ബുക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ സ്റ്റേഷനറി ഷോപ്പിലായിരിക്കും പോവുക. ബട്ട് ജസ്റ്റ് അസ്യൂം ഒരു സ്റ്റോറിൽ റാൻഡം ആയിട്ട് ഏതൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാന്ന് ആ ഓണറിന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ഷോപ്പിൽ ആൾക്കാർ പോകുന്നത് റെയർ ആയിരിക്കും. കാരണം കൺഫ്യൂഷൻ ആർക്കും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇതേ സെയിം വേ ആണ്. അതായത് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ആൾക്കാർ അറിയണം, നിങ്ങൾ എന്ത് ടോപ്പിക്കിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ മതി.
ആൻഡ് ഇതിനെയാണ് മാർക്കറ്റ് ടേംസിൽ നീഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി. ആൻഡ് നോക്ക്, യൂട്യൂബ് എല്ലാ കണ്ടന്റ്സും 12 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ബട്ട് ഈ കാറ്റഗറീസിലും സബ് കാറ്റഗറീസ് ഉണ്ട്, ഓർ സബ് നീഷസ്. മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ് നീഷ് നമ്മുടെ ഓഡിയൻസിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം നമ്മൾ ഏത് നീഷിലാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, തൊപ്പിയുടെ വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമഡി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ബട്ട് ആക്ച്വലി ഓഡിയൻസ് അതിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ലൈവ് സ്ട്രീമിംഗ്. സോ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് നീഷിലെ സബ് നീഷാണ്. സോ ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് സബ് നീഷസ് ഉണ്ട്. ആൻഡ് അതിലൊക്കെ ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറെ ആൾക്കാർ അത് കാണുന്നുമുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ നിന്ന് നിങ്ങൾ ഒരു സബ് നീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ബട്ട് നിങ്ങൾ നിങ്ങളുടെ നീഷ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ പറഞ്ഞുതരാം. നോക്ക്, നിങ്ങൾ ഈ കാണുന്ന എല്ലാ നീഷിന്റെയും ഏർണിങ്സ് സെയിം അല്ല. നോക്ക്, നമ്മുടെ നീഷിന്റെ ഏർണിങ്സ് CPM ആൻഡ് RPM വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നോ, CPM എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ 1000. അതായത് 1000 പേര് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് ആഡ് കണ്ടാൽ എത്ര പൈസയാണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ യൂട്യൂബ് എന്റെ ചാനലിന് 1000 വ്യൂസിന് $1 വെച്ചാണ് തരുന്നതെങ്കിൽ എന്റെ ചാനലിന് CPM $1 ആയിരിക്കും. ബട്ട് വെയിറ്റ്, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് ആ ഫുൾ മണിയും എനിക്ക് തരില്ല. യൂട്യൂബ് 45% കമ്മീഷൻ എടുക്കും ആൻഡ് ദെൻ 55% എനിക്ക് തരും. അതായത് $0.5 പെർ 1000 വ്യൂസിന്. സോ ഇതിനെയാണ് RPM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി CPM എങ്ങനെയാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത് വെച്ചാൽ, കമ്പനീസ് ഗൂഗിളിന് അവരുടെ ആഡ് റൺ ചെയ്യാനായിട്ട് കൊടുക്കുന്ന എമൗണ്ട് അനുസരിച്ചായിരിക്കും. ആൻഡ് ആ എമൗണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾ ആഡ് റവന്യൂ കൂടുന്നത്. നോക്ക്, ഫോർ എക്സാമ്പിൾ, ഒരു ട്രേഡിംഗ് കമ്പനി ഒരു ദിവസം കൊണ്ട് 1 കോടി വരെ ഉണ്ടാക്കുന്നുണ്ട്. അവർ അവരുടെ ആഡ് റൺ ചെയ്യാനായിട്ട് ഗൂഗിളിന് കൂടുതൽ പൈസ കൊടുക്കും. അപ്പോൾ ഗൂഗിളിന് കൂടുതൽ CPM കിട്ടും. ആൻഡ് അവരുടെ ആഡ് ഫൈനാൻസ് റിലേറ്റഡ് ചാനലിലായിരിക്കും കാണിക്കുക. കാരണം ആ കമ്പനിയുടെ ടാർഗറ്റഡ് ഓഡിയൻസ് അവിടെയാണുള്ളത്. സോ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഫൈനാൻസ് ചാനൽസിന്റെ CPM കൂടുതലായിരിക്കും. ഇനി ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് കമ്പനിയെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം അവർ കഷ്ടിച്ച് 1 കോടി വരെ ഉണ്ടാക്കുമായിരിക്കും. ആൻഡ് അവർക്ക് ഇതുപോലെ കൂടുതൽ പൈസ കൊടുക്കാനും പറ്റില്ല. ആൻഡ് ഓൾസോ ഗൂഗിളിന് തന്നെ കുറച്ച് CPM ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് കൂടുതൽ ഫീമെയിൽസ് ആയിരിക്കും. അവരിൽ കൂടുതൽ ആൾക്കാരും ഡെയിലി വ്ളോഗ്സ് കാണുന്നവരായിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫൈനാൻസ് നീഷിനെക്കാളും ഡെയിലി വ്ളോഗ്സിന് CPM കുറവായിരിക്കും. ആൻഡ് ഇപ്പൊ CPM കുറവാണെങ്കിൽ എന്തായാലും RPM ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. കാരണം ഗൂഗിൾ എന്തായാലും ഗൂഗിളിന്റെ പൈസ വിട്ടു തരാൻ പോകുന്നില്ല. സോ ഇതുപോലത്തെ എല്ലാ കാറ്റഗറിയും അല്ലെങ്കിൽ എല്ലാ സബ് കാറ്റഗറിയും ഡിഫറെന്റ് ആയിരിക്കും. മീൻസ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ നീഷ്. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഒരു റൈറ്റ് അപ്രോച്ചും എന്താണ് നീഷ് എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. പക്ഷെ ഇത്രയും കാറ്റഗറീസ് അല്ലെങ്കിൽ നീഷിൽ നിങ്ങൾക്ക് ഏത് നീഷാണ് സ്യൂട്ട് ആകുന്നത് അല്ലെങ്കിൽ ഏത് നീഷാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഈ വീഡിയോ അത്യാവശ്യം ലെന്ത് ഉണ്ട്. സോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.